ഓക്കെ, അപ്പൊ നമ്മളെല്ലാ ഫാമിലി മെമ്പേഴ്സ് എല്ലാരും ഉണ്ട്. അച്ചായി മാത്രമില്ല, ബാക്കി എല്ലാ അച്ചായി, ബിച്ചൂട്ടൻ, ആദർശൻ, ഈ 3 പേര് ഒഴിച്ച് ബാക്കി ഞങ്ങൾ എല്ലാവരും ഉണ്ട്. നീ എന്താ അവള് റിയാക്ഷൻ ഇട്ട് മരിക്കുന്നുണ്ട് ഇവിടെ ഇരുന്നിട്ട്. അപ്പൊ നമ്മള് എല്ലാരും കൂടെ ഭൂതത്താങ്കെട്ടിന് പോവാണ്. എന്താ പറയാ, ഒന്നുമില്ല, ഞങ്ങളിടയ്ക്ക് വരുമ്പോ എല്ലാവരും ഒരുമിച്ചുള്ള ദിവസങ്ങളിലൊക്കെ ഞങ്ങൾ പോവാറുണ്ട്. അതന്നെ, സ്ഥിരം പ്ലേസ് ആണ്. ഞങ്ങളെ കണ്ട് അവരും മടുത്തിട്ടുണ്ടാവും, ഞങ്ങൾ കണ്ട് അവരും മടുത്തിട്ടുണ്ട്, അത്രേ ഉള്ളൂ. അങ്ങനെ അപ്പോ പോക വിശേഷങ്ങളൊക്കെ കാണിച്ചു തരാം. സ്റ്റേ ട്യൂൺഡ്. അപ്പൊ നമ്മൾ പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ ആന്റി ഉണ്ട്, മാമനുണ്ട്, നോക്കണ്ട, എന്റെ സ്വന്തം അമ്മയുണ്ട്, പിന്നെ ഞാനുണ്ട്, മിത്തുട്ടിയുണ്ട്, പിന്നെ ആദിയുണ്ട്. അപ്പൊ നമ്മളെത്തി. അമ്മയും ആന്റിയും ആദ്യമൊക്കെ പോകുന്നു, ഞാൻ പുറകെ പോകുന്നു. മാമൻ വണ്ടി പാർക്ക് ചെയ്യാൻ പോയി. അതേ കിടക്കണം നമ്മുടെ അടുത്ത വണ്ടി. ഈ കിടക്കുന്ന സ്വിഫ്റ്റ് നമ്മൾ വന്നതാണ് കേട്ടോ. ഇപ്പം തലയും കുത്തി താഴെ വേണം. ഇവിടെ ഒരു ഐസ്ക്രീം കടയൊക്കെ ഇഷ്ടം പോലെ ഉണ്ട്. ഹലോ പറയാവോ ഒന്ന്? ഹായ് ആദി, ഹായ്. ഇനി എന്നെ കാണിച്ചു തരാം കേട്ടോ. സ്വന്തം അതെ, പിള്ളേരുടെ എണ്ണം കൂടുതലായതുകൊണ്ടും വലിയവരുടെ എണ്ണം കൂടുതലായതുകൊണ്ടും ഓരോ കുപ്പി വെള്ളമൊക്കെ ആയിട്ട് ഞങ്ങൾ വന്നിട്ടുണ്ട്. ഇനി പോയി ടിക്കറ്റ് എടുക്കണം, കയറണം, അത്രേ ഉള്ളൂ. ബാക്കിയുള്ളവരെ അവിടെ ചെന്ന് കഴിയുമ്പോൾ കാണിച്ചു തരാം. ഊട് വഴി കൂടെ പോകണം. ഹോസ്റ്റലിൽ നിന്ന് പഠിച്ച വഴികളാന്നാ പറഞ്ഞേ, ഊട് വഴിയാടുക എന്നുള്ളത്. നേർവഴി ഇതിക്കൂടെ പോയ ഉണ്ട്, നമുക്ക് ഇപ്പൊ ഇതിക്കടെ തന്നെ പോകണമെന്ന്. എന്നാ പിന്നെ ആവട്ടെ എന്ന് ഞാനും വിചാരിച്ചു. എടി ഈശ്വര, പഴയ പോലെ ഒന്നല്ല, പഴയ ജിംനാസ്റ്റിക് എന്നൊക്കെ പറച്ചിൽ മാത്രമേ ഉള്ളൂ. എനിക്ക് പഴയ പോലെ കയറാൻ പറ്റുന്നില്ല. അപ്പോൾ നമുക്ക് അവരെ കണ്ടുപിടിക്കാം. ബൈ. ഒരാളെ കണ്ടിട്ടുണ്ട് കേട്ടോ. നമുക്ക് കണ്ടാ ഇനി ഞാൻ എടുക്കാം. ഈ ആളെ ആദ്യമായിട്ടാണ് ഞാൻ ചുരിദാറിൽ കാണുന്നത്. ഫസ്റ്റ് ഇൻ മൈ ലൈഫ്. ചുരിദാർ ഇടലാന്നും പറഞ്ഞ് വാശി പിടിച്ച് നടന്ന ആളെ ഞങ്ങൾ ചുരിദാർ ഇടിയിച്ച്. അപ്പച്ചി ഹായ് പറ. ഹായ്. അപ്പച്ചി പറഞ്ഞ എൻ്റെ അച്ഛമ്മയാണ്, പക്ഷെ ഞങ്ങൾ അപ്പച്ചിന്ന് വിളിക്കണേ. കണ്ടോ അച്ഛൻ? ഹായ് അച്ഛാ. കുഞ്ഞമ്മ ഹായ് ബോലോ. ഹായ് ചാച്ചാ പറയ്. നമുക്ക് സ്റ്റിച്ച് ഇടാലേ മതി. നമുക്ക് മറ്റേ ചെത്തിയിട്ട് ഇങ്ങനെ ഒട്ടിച്ചേക്കാം. ഐസ്ക്രീം യു സ്ക്രീം വി ഓൾ സ്ക്രീം ഫോർ ഐസ്ക്രീം. ആരും ഐസ്ക്രീം തിന്നാ, ഞാനും ഐസ്ക്രീം തിന്നാ. ഇതിന് മാത്രം പ്രായപരിധികളൊന്നുമില്ല എന്നല്ലേ? കുഞ്ഞമ്മ താറ്റ്. അത് കച്ചോ? നല്ലതാണോ? ആണോ? മഴ പെയ്യുവാണോ? അല്ല, എന്താന്ന് മനസ്സിലായോ? ഇല പൊഴിയുക. മഴ പോലെ കാറ്റ് വീശിയപ്പോഴത്തേക്ക് എല്ലാം കൂടെ പടക്കപ്പടക്കം വന്നു.
ഞങ്ങളെ പാർക്കിൽ നിന്ന് ഒരു ഇറക്കി വിട്ടു. ഈ സമയത്താണ് ഇവിടെ ഒരു ഇല്ലാണ്ട് നമുക്ക് ഇരിക്കാൻ പറ്റില്ല. ആ വണ്ടി വരുമെന്ന് പറഞ്ഞിട്ട് ഓടിച്ചു പോയി നിൽക്കുക ഒരുത്തെ. ഇന്നെന്താ ഞാൻ ഫോൺ എടുക്കുമ്പോൾ മാത്രം നിങ്ങൾ ആരും ഒന്നും മിണ്ടാത്ത, എന്തെങ്കിലുമൊക്കെ പറയേ പറ മിനിയമ്മേ. ആ ഞാൻ ഫോൺ ഓൺ ചെയ്താ അതൊക്കെ പറയണ്ടേ. ഇതാണ് നമ്മുടെ ഭൂതത്തങ്കട്ടിന്റെ പഴയ പാലം. ഇതാണ് പഴയ പാലം. പുതിയ പാലം അപ്പുറം ഉണ്ട്. ഇതിവിടെ വന്ന് പണ്ട് എന്താ പറയുക വണ്ടിയൊക്കെ പോയിക്കൊണ്ടിരുന്നത്. ഇപ്പം പോകുന്നില്ല. അതിൻ്റെ അകത്തേക്ക് പാസ് ഉണ്ട്. പിന്നെ വീഡിയോ അലൗഡ് അല്ലാന്ന് തോന്നുന്നുണ്ട്. അങ്ങനെ എന്തൊക്കെയൊക്കെ ഉണ്ട്. പോട്ടെ 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 വാ. ഹാലും മരവും അല്ല പേരാല്. നമ്മൾ അടുത്തെത്തിക്കൊണ്ടിരിക്കും. നമ്മൾ കിടന്നത് അവിടെ ഇത്രയും ദൂരം നടന്ന് ഇവിടെ വന്നു. ഈ പാർക്കിൻ്റെ അകത്തുനിന്ന് ഒരു വ്യൂ ഉണ്ടായിരുന്നു, പക്ഷെ അത് എടുക്കാൻ പറ്റില്ല. അപ്പോഴത്തേക്ക് ആ ചേച്ചി വന്നിട്ട് പോവാ പോവാ എന്ന് പറഞ്ഞു. അപ്പം ഞങ്ങളിങ്ങ് പോന്നു. ആ അയ്യേന്ന് ഞാൻ പോവെന്ന് പറഞ്ഞു. എൻ്റെ സ്റ്റൈൽ ഇട്ടിട്ട് കുഞ്ഞുമ്മ അയ്യോ എന്താ അറിയില്ല. എനിക്ക് അങ്ങനെയൊക്കെ വരുള്ളൂ പറയും. എനിക്ക് അങ്ങനെ ഒന്നുമില്ല. എനിക്ക് പറയാനുള്ളതൊക്കെ പറയുന്നത്. കുഞ്ഞുമ്മ ചിരിച്ചോണ്ടിരിക്കുക. ആ അപ്പം നമ്മുടെ ചീഞ്ഞ ലാംഗ്വേജ് അതേ വരുള്ളൂ. അതാ നമ്മളകത്ത് കയറട്ടെ കേട്ടോ. അപ്പം നമ്മളകത്ത് കയറി. ഇതും 6 മണി വരെ ഉള്ളൂ. ഓരോ കടലൊക്കെ പാസ്സാക്കി ഞങ്ങൾ തിരിച്ച് വീട്ടിലേക്ക് പോവട്ടെ. അപ്പം ഞാൻ പറഞ്ഞ പോലെ തന്നെ അതിൻ്റെ അകത്ത് വീഡിയോഗ്രാഫി ഒന്നും അലൗഡ് അല്ല, ഫോട്ടോഗ്രാഫി അലൗഡ് അല്ല. അപ്പം അതുകൊണ്ടാണ് ഞാൻ വീഡിയോ എടുക്കാതിരുന്നത്. ഇനിയിപ്പോൾ വെറുതെ നമുക്കൊരു പ്രശ്നം വേണ്ട, അവർക്കും ഒരു പ്രശ്നം വേണ്ട വിചാരിച്ചിട്ട് ഞാൻ വീഡിയോ എടുത്തില്ല കേട്ടോ. പക്ഷേ എല്ലാവരും ഫോട്ടോസൊക്കെ ഇടുന്നുണ്ട്. ഞാൻ കുറച്ച് ഫോട്ടോസൊക്കെ ഇതിൻ്റെ അകത്ത് വെക്കാം കേട്ടോ. അങ്ങനെ അപ്പം ലൈറ്റൊക്കെ പോയി. ഞങ്ങൾ തിരിച്ചു പോവുകയാണ് കേട്ടോ. തിരിച്ചു പോവാൻ വേണ്ടിയിട്ട് വണ്ടിയിൽ കയറി. ലെറ്റ്സ് ഗോ ഹോം. രാത്രിയായി. ആദ്യത്തെ ഒരു എന്താ പറയാ ഹെഡ്ലൈൻ. പുതിയ വിശേഷങ്ങളുമായി വീണ്ടും വരാം. അപ്പൊ കാണുന്നവരേക്കും ബൈ. ആക്ഷൻ എനിക്ക് കിട്ടിയില്ല. വന്ന് ഡ്രസ്സൊക്കെ മാറി നല്ല അന്തസ്സായിട്ട് എന്ത് തിന്നുന്നു? മുളക് ബജ്ജി തിന്നുന്നു. ഞങ്ങൾക്ക് മസ്റ്റാ എവിടെയെങ്കിലും പോയിട്ട് വന്ന മുളക് ബജ്ജിയൊക്കെ. അല്ലേ നമ്മളെല്ലാ പ്രാവശ്യവും ഭൂതത്തങ്കട്ടിന് പോയിട്ട് വന്നിട്ടുണ്ടെങ്കിൽ മുളക് ബജ്ജി മേടിക്കാറില്ലേ? അപ്പോൾ ഓക്കെ ബൈ.